സുജു ഈ രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് പറഞ്ഞു വരികയായിരുന്നു കളക്ടർ എസ് പ്രേംകൃഷ്ണ. ഒപ്പം അവിടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തന റിപ്പോർട്ട്, അതായത് കോറിയുമായി ബന്ധപ്പെട്ട പ്രവർത്തന റിപ്പോർട്ട് ഏത് രീതിയിലായിരിക്കും എന്നൊക്കെ ജിയോളജി വകുപ്പിനോട് റിപ്പോർട്ട് തേടിയ കാര്യങ്ങളൊക്കെ കളക്ടർ വിശദീകരിക്കുകയുണ്ടായി. കളക്ടർ പറഞ്ഞു വെച്ച കാര്യങ്ങൾ, ഒപ്പം അവിടെ തിരച്ചിൽ സംബന്ധിച്ച ഇപ്പോൾ നടക്കുന്ന നടപടികൾ കൂടി. സുജുവിനെ കേൾക്കുന്നില്ലേ സുജു? വിനീഷ കേൾക്കാം. വിനീഷ, ഇപ്പോൾ അതായത് അതിനുവേണ്ടിയുള്ള പ്രാഥമിക പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ വലിയ ക്രെയിൻ ഈ സ്ഥലത്തേക്ക് എത്തിച്ചിരിക്കുകയാണ്. നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് അടക്കാവുന്നതാണ്. ക്രെയിൻ എത്തിച്ചിട്ടുണ്ട്. NDRF-ഉം അതുപോലെ തന്നെ ഫയർഫോഴ്സും സംയുക്തമായിട്ടാണ് ഇന്ന് തിരച്ചിൽ നടപടികൾ നടത്തുക. ഏറ്റവും സങ്കീർണമായിട്ടുള്ള നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. അതായത് ഇപ്പോഴും ഈ ഹിറ്റാച്ചി പൂർണ്ണമായി പാറക്കഷ്ണങ്ങൾക്കുള്ളിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കൂറ്റൻ പാറക്കല്ലുകളാൽ മൂടപ്പെട്ട ഒരു വലിയ ഹിറ്റാച്ചി നമുക്ക് അടുത്ത് നിൽക്കുമ്പോൾ പോലും അതിൻ്റെ ചെറിയ ചില ഭാഗങ്ങൾ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. അതിൻ്റെ അർത്ഥം അത് പൂർണ്ണമായി തന്നെ മൂടപ്പെട്ട ഒരു സാഹചര്യമാണ്. ആ വലിയ കൂറ്റൻ പാറക്കഷ്ണങ്ങൾ ഇന്നലെ രാത്രിയും വീഴുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിന് എത്തിയ ആളുകൾക്ക് വടം ഉപയോഗിച്ചുകൊണ്ട് ഈ ഹിറ്റാച്ചി രേഖയിലേക്ക് എത്തുക എന്നത് സാധ്യമാണോ എന്ന കാര്യം സംശയമുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ ഇതിൻ്റെ ടെക്നിക്കൽ എക്സ്പേർട്ട് ടീമിനോടൊക്കെ ചോദിച്ച ശേഷം മാത്രമാണ് രക്ഷാപ്രവർത്തനം അത്തരത്തിൽ വലിയ വിശദമായ വിലയിരുത്തലും പ്ലാനും തയ്യാറാക്കിയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുനരാരംഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും കൂറ്റൻ പാറക്കൽ അടർന്നു വീഴാൻ സാധ്യതയുണ്ടോ എന്ന പരിശോധനയുണ്ട്. അങ്ങനെ വീഴില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഒരു പക്ഷേ അവർ താഴേക്ക് ഇറങ്ങി അവർക്ക് രക്ഷാപ്രവർത്തനം സാധ്യമാകത്തുള്ളൂ. ഇപ്പോൾ കാണുന്ന ഹിറ്റാച്ചിയുടെ താഴ്ഭാഗത്തേണ്ട 10-15 അടി താഴെയുള്ള ഇടത്താണ് ഇന്നലെ അതിര സംസ്ഥാന തൊഴിലാളിയായിരുന്ന ആളുടെ മൃതദേഹം ഇന്നലെ കണ്ടെത്തിയത്. അവിടെ നിന്നാണ് ഇപ്പോൾ ഈ കാണാൻ ഉള്ള ബീഹാർ സ്വദേശിക്കായി തിരച്ചിൽ നടത്തുന്നത്. സ്വാഭാവികമായിട്ടും മുകളിലും താഴെയും നടത്തേണ്ടതുണ്ട്. കാരണം ഇന്നലെ മറ്റൊരാളുടെ മൃതദേഹം താഴ്ഭാഗത്തു നിന്നാണ് കണ്ടെത്തിയത്. അതായത് ഈ തൊട്ട് താഴെ റോഡുണ്ട്. ആ റോഡിലേക്ക് കൂറ്റൻ പാറക്കൽ ഇടിഞ്ഞു വീണെടുത്താണ് സഹായിയുടെ മൃതദേഹം കണ്ടെത്തിയത്. അതുകൊണ്ടൊക്കെ തന്നെ അത്തരം തിരച്ചിലുകളും നടത്തേണ്ടതുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഈ വിനീഷ രാവിലെ മോർണിംഗ് ഷോയിൽ ചോദിച്ചതുപോലെ ആളുകൾ ചോദിക്കുന്ന പോലെ ഈ കോറിക്ക് പ്രവർത്തനാനുമതി ഉണ്ടോ എന്നാണ്. ജില്ലാ കളക്ടർ ഇന്ന് കൃത്യമായി വ്യക്തമാക്കുകയും ചെയ്തു. 2026 ഈ വർഷം വരെ കോറിക്ക് പ്രവർത്തനാനുമതിയുണ്ട്. അത്തരം പ്രവർത്തനാനുമതി ഇല്ല എന്ന നാട്ടുകാരുടെ ആരോപണം കളക്ടർ പൂർണ്ണമായി തള്ളുകയാണ്. കളക്ടർ പറഞ്ഞ ഇതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഏക പരാതി എന്ന് കളക്ടർ മുമ്പോട്ട് വെക്കുന്നത് അത് മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ, അതായത് മലിനജലം ഒഴുക്കിവിടുന്നതുമായി ബന്ധപ്പെട്ട പരാതി ലഭിച്ചിട്ടുള്ളതാണ് കളക്ടർ എസ് പ്രേംകൃഷ്ണ പറയുന്നത്. അതുപോലെ തന്നെ ഖനനവുമായി ബന്ധപ്പെട്ട പരാതി തൻ്റെ മുമ്പിലേക്ക് വന്നില്ല എന്നാണ്. നാട്ടുകാർ ഇത് കളക്ടറിൻ്റെ പ്രതികരണത്തിന് ശേഷം നാട്ടുകാരുടെ പ്രതികരണത്തിലേക്ക് വന്നപ്പോൾ അവർ പറയുന്നതും അങ്ങനെയല്ല. കളക്ടർക്ക് ഇതുമായി സംബന്ധിച്ച് വ്യക്തമായ പരാതികൾ മുൻപ് പലതവണ നൽകിയിട്ടുണ്ട്. കളക്ടറിന് മുമ്പിൽ ഒരു വർഷമായി ഇതുമായി ബന്ധപ്പെട്ട് പരാതിയെ ഖനനവുമായി ബന്ധപ്പെട്ട് താൻ കയറി ഇറങ്ങുന്ന വ്യക്തിയാണെന്നും ചില ആളുകൾ പറയുന്നുണ്ട്. ഇത് വസ്തുതകളൊക്കെ തന്നെ ഇനിയും പരിശോധിക്കപ്പെടേണ്ടതാണ്. കളക്ടർ പറയുന്നതാണോ ശരി, അതല്ല നാട്ടുകാർ ആരോപിക്കുന്ന ആരോപണമാണോ ശരി? എന്തായാലും ഈ വിഷയത്തിൽ നാട്ടുകാർക്ക് വ്യാപക പ്രതിഷേധമുണ്ട്. ഇനിയും രക്ഷാപ്രവർത്തനത്തിലേക്ക് തിരികെ എത്തുമ്പോൾ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു എന്ന് തന്നെ പറയാം. കാരണം കൃത്യമായി തന്നെ മുമ്പ് ഇന്നലെ ജില്ലാ കളക്ടർ വ്യക്തമാക്കുകയും ചെയ്തു 7 മണിക്ക് തന്നെ രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കുന്നു. എന്നാൽ അതിനു മുമ്പ് തന്നെ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും NDRF സംഘവും ഒക്കെ സ്ഥലത്തെത്തുകയും അതിനുള്ള പ്രാഥമിക നടപടികൾ, നമ്മൾ മാധ്യമങ്ങൾ അകത്തേക്ക് കയറിയത് താമസിച്ചാണെങ്കിൽ, നമ്മുടെ പ്രവേശനം നമുക്ക് അനുമതി ലഭിച്ചത് താമസിച്ചാണെങ്കിൽ പോലും അതിനു മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളും ആലോചനകളും ഒക്കെ തന്നെ ഈ സ്പോട്ടിലെത്തി നടത്തി എന്നുള്ളതും ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ്. കൃത്യമായി ഒരു കോർഡിനേഷനും കാര്യങ്ങളുമായി തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. വിനീഷ.